ഇൻക്യുബേറ്ററിൽ മുട്ടകൾ ലോക്ക്ഡൗൺ പീരീഡിലേക്ക് പോയിരിക്കുന്നു. അടുത്ത 2-3 ദിവസം കൊണ്ട് എല്ലാം വിരിഞ്ഞു കുട്ടികളെല്ലാം പുറത്തു വരും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതും നമ്മൾ 100% മുട്ടകളും വിരിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴുമുള്ളത്. അതാണ് നമ്മുടെ പ്രതീക്ഷ. നിങ്ങൾ കാണാവുന്നത് പോലെ ഇതുവരെ നമ്മൾ വെള്ളം ഹ്യൂമിഡിറ്റി കൂട്ടാൻ വേണ്ടിയോ കുറക്കാൻ വേണ്ടിയോ ഒന്നും വെള്ളത്തിന് ഉപയോഗിച്ചിട്ടില്ല. ഡ്രൈ ഇൻക്യുബേഷനാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മളൊരല്പം വെള്ളം വെച്ചിട്ടുണ്ട്. 3 പാത്രങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. ഉദ്ദേശം 65% ഹ്യൂമിഡിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള 50-ൽ നിന്നും നമുക്ക് 60-65% കൊണ്ടുവരണം. ഹ്യൂമിഡിറ്റി കൂട്ടുവാൻ വേണ്ടിയാണ് ഇവിടെ വെള്ളം വെച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഹ്യൂമിഡിറ്റി 54% ആണ്. ടെമ്പറേച്ചർ 36.5. ടെമ്പറേച്ചർ സെറ്റിങ്സ് ചെയ്തിരിക്കുന്നത് 36.9 സ്റ്റാർട്ട് ഹീറ്റിംഗ് ആൻഡ് 37.2 സ്റ്റോപ്പ് ഹീറ്റിംഗ്. ഫാനുകൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഹീറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഫാന് കൂടെ ഉണ്ട്. അതായത് 2 ഫാനുകളുണ്ട്. ഒരു ഫാന് കണ്ടിന്യൂസ് ഓപ്പറേഷനാണ്. രണ്ടാമത്തെ ഫാന് ഓൺലി ഡ്യൂറിങ് ഹീറ്റിംഗ്. അങ്ങനെയാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ 54%-ൽ നിന്നും ഹ്യൂമിഡിറ്റിയെ 60-65%-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അത് ഏതാനും മിനിറ്റുകൾ കൊണ്ട് ആവും. അതായത് 30-40 മിനിറ്റുകൾ കൊണ്ട് ആവുമെന്നാണ് കരുതുന്നത്. വാച്ച് ഫോർ hatching of the eggs. Beautiful eggs waiting to hatch.